സെക്യൂരിറ്റി പെട്ടെന്ന് കോഡ് ആക്ടിവേറ്റ് ചെയ്തു. അപ്പോഴേക്കും എൻ്റെ മൂന്നാമത്തെ സൈക്കിൾ CPR ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അവരെൻ്റെ കയ്യിലൊന്ന് പിടിച്ചിട്ട് മുഖത്തേക്ക് നോക്കിയ ആ ഒരു നോട്ടം അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ പേര് പ്ലേസി. ഞാനൊരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ മാലാഖമാർ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് തഴമ്മിച്ചൊരു വാക്കാണത്. അല്ല, വാക്കെന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും വലിയൊരു ബഹുമതി. അതെ, ലോകം നഴ്സസിന് നൽകിയ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണ് ഈ ഒരു ടൈറ്റിൽ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങൾക്ക് പാടിത്തന്നൊരു പാട്ടുണ്ട്. അതിൽ ചില വരികൾ ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. രോഗിയിൽ മുഖം ദർശിക്കുവാൻ അപരന്തി വേദന ഒപ്പിടുവാൻ. ഇങ്ങനെ അപരന്റെ വേദന ഒപ്പുന്ന ഒരു രോഗിയുടെ അടുത്തേക്ക് സാന്ത്വന വാക്കുമായിട്ടെത്തുന്ന ഒരു നഴ്സിന്റെ സേവനം ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഒരിക്കലല്ല. ഈ ക്വസ്റ്റ്യനുള്ള ഏറ്റവും വലിയ ഉത്തരമായിട്ടാണ് ഇന്ന് എൻ്റെ കൂടെ സിസ്റ്റർ നിജമോൾ സെബാസ്റ്റ്യൻ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരു പാരലൽ ലൈഫാണ് ജീവിക്കുന്നത്, പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും. പേഴ്സണൽ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ റിയൽ ലൈഫിൽ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് സ്വിച്ച് ഇട്ട പോലെ ഇങ്ങനെയാണ് ഈ ഒരു ചിരി വരുത്തുന്നത്. എനിക്ക് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഈ ഒരു ചിരി എപ്പോഴും മുഖത്ത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു നേഴ്സിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടപ്പാച്ചിലുകൾ തന്നെയാണ്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, വീട്ടിലെ ജോലികൾ അത്യാവശ്യം ചെയ്യുന്നു, ആ ഓട്ടം കഴിഞ്ഞ് നമ്മൾ എത്തിച്ചേരുന്നത് നമ്മളുടെ ഹോസ്പിറ്റലിലാണ്. വൺസ് നമ്മൾ ആ ഒരു യൂണിഫോം എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ റോള് അവിടെ സ്വിച്ച് ഇട്ട പോലെ മാറി. പിന്നെ നമ്മളുടെ ഒരു പേഴ്സണൽ ലൈഫിന് അവിടെ പ്രസക്തിയില്ല. പിന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫാണ്. നമ്മൾ നേഴ്സസ് എപ്പോഴും എത്തിച്ചേരുന്നത് സന്തോഷമുള്ളൊരു സിറ്റുവേഷനിലല്ല. നമ്മളെ കാത്തിരിക്കുന്ന രോഗികൾക്ക് ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും ഒക്കെയാണ്. അവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവർ നമ്മളിൽ നിന്നും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ചിരിക്കുന്ന മുഖം തന്നെയായിരിക്കും. മാം പറഞ്ഞല്ലോ, അപ്പോൾ പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും രണ്ടാണ്. പേഴ്സണൽ ലൈഫിൽ പല പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പേഴ്സണൽ ലൈഫിലെ പ്രോബ്ലംസ് നമ്മുടെ ഈ ഒരു വർക്ക് ലൈഫിൽ റിഫ്ലക്ട് ചെയ്യാതെ അത്രയും ഈ പറയുന്ന ചിരിയോട് കൂടി ഒരു പേഷ്യന്റിനെ കെയർ ചെയ്യാൻ പറ്റുന്നത്? പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ ഒരിക്കലും നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. പേഴ്സണൽ ലൈഫിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം, പക്ഷെ നമ്മളതൊരു പ്രൊഫഷണൽ ലൈഫിൽ വരുമ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വന്നാൽ നമ്മൾ നോക്കുന്ന പേഷ്യൻസിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് വരുമ്പോൾ അവരർഹിക്കുന്ന ഒരു പരിഗണന അവർക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ. അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് പേഴ്സണൽ ലൈഫിലുള്ള വിഷമങ്ങളെ നമ്മൾ മാറ്റി വെച്ചിട്ട് തന്നെ വേണം നമ്മൾ നമ്മളുടെ ഒരു പേഷ്യൻ്റെ മുമ്പിലെത്താൻ. മാമിന് ഏകദേശം 27 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നഴ്സിംഗ് ലൈഫിൽ. എന്തെങ്കിലും ഇതുപോലെ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് മാമിന് ഷെയർ ചെയ്യാൻ പറ്റും? ഇത്ര വർഷങ്ങളുടെ നമുക്ക് അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എനിക്ക് അടുത്തിടെ നമ്മുടെ രാജഗിരിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു കുർബാന കാണണം എന്ന് തോന്നുമ്പോൾ ഞാൻ എപ്പോഴും ഫസ്റ്റ് ചോയ്സ് പ്രിഫർ ചെയ്യുന്നത് രാജഗിരിയുടെ ചാപ്പൽ തന്നെയാണ്. യൂണിഫോം എല്ലാം ഇട്ടതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ചാപ്പലിൽ വരുന്നത്. കുർബാന തുടങ്ങി, കുർബാനയ്ക്ക് സ്വീകരിക്കുന്ന സമയമായി. ഞാനിങ്ങനെ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ട് ഇടത് വശത്തിരിക്കുന്ന ഒരു ആൻറ്റി എന്തോ ഒരു അനക്കവും ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. തിരിച്ചു വന്ന് ഞാൻ നോക്കുമ്പോൾ ഈ ആൻറ്റി യാതൊരു റെസ്പോൺസ് ഇല്ലാതെയാണ് ഇരിക്കുന്നത്. ഞാൻ പൾസ് ചെക്ക് ചെയ്തപ്പോൾ പൾസ് ഇല്ല. വേഗം തന്നെ അവിടെ നിന്നവരുടെയും കൂടി ഒരു സഹായത്തോടു കൂടി ആൻറ്റീനെ ഞാൻ വളരെ സേഫായിട്ട് കിടത്തി. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു നേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഉണർന്നു. അതെ, ശരിക്കും CPR സ്റ്റാർട്ട് ചെയ്തു. ഒരു സൈക്കിൾ CPR കംപ്ലീറ്റ് ആയി. ഞാൻ അവിടെ നിൽക്കുന്ന പലരോടും ഞാൻ പറയുന്നുണ്ട്, ആരെങ്കിലും ഒന്ന് വിളിക്കുന്ന പറയുന്നുണ്ട്. പക്ഷേ ചുറ്റും നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയില്ല. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു അച്ഛന് മനസ്സിലായി. അച്ഛൻ കുർബാന വരെ നിർത്തി. സെക്കൻഡ് സൈക്കിൾ CPR തുടങ്ങുമ്പോഴേക്കും നമ്മളുടെ സെക്യൂരിറ്റി വന്നു. സെക്യൂരിറ്റി പെട്ടെന്ന് കോഡ് ആക്ടിവേറ്റ് ചെയ്തു. അങ്ങനെ കോഡ് ബ്ലൂ വിളിച്ച് നമ്മളുടെ റെസ്ക്യൂ ടീം എത്തിച്ചേർന്നു. അപ്പോഴേക്കും എൻ്റെ മൂന്നാമത്തെ സൈക്കിൾ CPR ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആ ആൻറ്റി ഒരു ബ്രീത്ത് എടുത്തു. സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഒരു ബ്രീത്ത് എടുക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ആ
ആൻറ്റീനെ വേഗം നമ്മളുടെ എമർജൻസിയിലേക്ക് മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് നമ്മളുടെ ആൻറ്റീനോടൊന്ന് സംസാരിച്ചപ്പോഴാണ് ആള് തന്നെ എന്നോട് പറയുന്നത്, എന്തോ ഒരു മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ ആൻറ്റിക്ക് അവിടെ വെച്ച് ഉണ്ടായി. അപ്പോൾ പള്ളിയല്ലേ, മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ എത്തി ആള് ഇരിക്കുന്നൊരു സമയമായിരുന്നു. പിന്നീടാണ് എന്നോട് ആൻറ്റി പറയുന്നത്, അനസ്തീഷ്യ വിഭാഗത്തിലെ ഒരു ഡോക്ടർ തന്നെയായിരുന്നു അവർ, നമ്മുടെ ഹോസ്പിറ്റലിലെ അല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഷെയർ ചെയ്തിട്ട് അവരെൻ്റെ കയ്യിലൊന്ന് പിടിച്ചിട്ട് മുഖത്തേക്ക് നോക്കിയ ആ ഒരു നോട്ടം, അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത്. നമ്മൾക്ക് കിട്ടുന്ന ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു തിയററ്റിക്കൽ നോളജും ആസ് വെൽ ആസ് പ്രാക്ടിക്കൽ നോളജും ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമല്ല, പുറത്തും നമുക്കത് പ്രാവർത്തികമാക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. പുതിയതായിട്ട് മുന്നോട്ട് വരുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിന് മാമിന് എന്താണ് ഒരു അഡ്വൈസ്? നമ്മളെല്ലാവരും തന്നെ ഓരോ ദിവസവും വരുന്നത് അന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായി തീർക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. എല്ലാ ദിവസവും നമ്മളുടെ ഈ ഡ്യൂട്ടി കഴിയുമ്പോൾ ഒരു 5 minutes എങ്കിലും ആ ഒരു ദിവസത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായിരുന്നു അന്നത്തെ നമ്മുടെ കുറവുകളെന്ന്. അങ്ങനെയുള്ള കുറവുകളെയാണ് നമ്മളിപ്പോഴും നിറവുകളാക്കി മാറ്റേണ്ടത്. എൻ്റെ ഈ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ എന്നും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണത്. ശരിക്കും ഞാനതൊരു ടിപ്സായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടിപ്സ് തന്നെയാണ് നേഴ്സിംഗ് രംഗത്തേക്ക് കടന്നു വരുന്ന ഓരോ പുതിയ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്. മാം പറഞ്ഞ ഓരോ വാക്കുകളും എനിക്ക് മാത്രമല്ല, ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു മാം. ഓരോ നഴ്സിൻ്റെ ജീവിതവും ദൈവത്തിൻ്റെ കയ്യൊപ്പുകളാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കയ്യൊപ്പുകൾ പതിഞ്ഞ അനുഭവ കഥകളുമായിട്ട് ഏഞ്ചൽസ് വോയിസിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം.